പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാറിലേറിടും പ്രയാസവേളയിൽ പ്രിയരേവരും യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ എത്ര നല്ലവൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ എത്ര നല്ലവൻ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം ഒക്ടോബർ മാസം 5 തീയതി ശനിയാഴ്ചയുടെ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പകലും കൂടി ഞങ്ങൾ അത്ഭുതമായ കർത്താവ് വഴി നടത്തിനായി സ്തോത്രം. ഒരു ആഴ്ചപ്പെട്ട ഈ അവസാനത്തെ സമയം വരെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാവെ പ്രത്യേകമായി 10-ാം മാസത്തിന് അതാവെ സ്തോത്രം ഈ ആഴ്ചയിൽ ദൈവസഭയിൽ അതാവെ സ്തോത്രം ഞങ്ങൾ തീരുമാനിച്ചനുസരിച്ചുള്ള അതാവെ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം അതാവെ ഹല്ലേലൂയ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസേനയിൽ കടന്നു നടത്ത എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തുതിക്കുന്നു. മക്കൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബങ്ങളായി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉള്ളങ്കൈ കർത്താവ് വഹിച്ചല്ലോ അതാവെ കഴിഞ്ഞ 3 അതാവെ സെക്ഷനിലായി കർത്താനാത്മാ ഞങ്ങൾ സംസാരിച്ചനായ സ്തോത്രം. ഈ അതാവെ 4-ാമത്തെ സന്ധ്യാസമയം കർത്താന കൈകൾ സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതാവെ വരാൻ സാധിക്കാത്ത ഭവനങ്ങളോ അതാവെ മറ്റുള്ള അതാവെ ജോലി തിരക്കിലായിരിക്കുന്നവർക്കായി സ്തോത്രം അവരെയും കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. ദൂരസ്ഥരായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, സഹോദരി സഹോദരന്മാർക്കായി, അതാവെ മാതാപിതാക്കൾക്കായി, അതാവെ ഞങ്ങളുടെ സുവിശേഷ വേലക്കാർക്കായി സ്തോത്രം ചെയ്യുന്ന അവരെല്ലാം ദൈവത്താവെ അയക്കുന്ന സ്ഥാനത്ത് ഉള്ളം കൈ വൈകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവസഭയുടെ പ്രാർത്ഥനയും ഉപവാസം അവർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ, വിടലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം വിടുവിക്കപ്പെടട്ടെ താവെ. ചില പ്രവൃത്തികൾ ഈ നാളുകൾ കണ്ട് സന്തോഷിപ്പാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താവേ സ്വന്തം സ്കൂളിലെ പ്രവർത്തനങ്ങൾക്കായി, സിയുടെ പ്രവർത്തനങ്ങൾക്കായി, WMCയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താവേ സ്വന്തം കാഴ്ചപ്പാടോടെ താവേ പോരാടുവാൻ ആത്മാവ് ജീവിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയും അങ്ങനെ നാമമഹത്വണി ആയിത്തീരുവാനും ഞങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു 2-ാമത്തെ വരവിനെ ഞങ്ങൾ ഒരുക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെക്ഷന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം, ലോകങ്ങളുടെ വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന ഇസ്രായേൽ സമാധാനമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സന്ധ്യാസമയം കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായിരിക്കാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. പ്രത്യേകമായി ദൈവസഭയെ നയിപ്പാൻ ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവിന് ആത്മാവ് നിയോഗിച്ച് ആക്കിയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ താലൂക്ക് പാസ്റ്ററായി സ്തോത്രം ചെയ്യുന്ന ജോളി ആൻറ്റിക്കായി സ്തുതിക്കുന്നു. മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ പകലും സ്തോത്രം, ഇന്ന് പകലും അത് ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധി നമുക്ക് ആയിരിക്കാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന കർത്താൻ ആത്മാവ് നമ്മോട് സംസാരിച്ചത്. ഇന്നലെ പകല് ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ പകൽ ദൈവാത്മാവ് സംസാരിച്ച് ഓർപ്പിച്ചത് അതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ എന്താണ് ചിലതൊക്കെ അതേ വിവരിപ്പാൻ അത് പ്രസ്താവിപ്പാൻ ദൈവാത്മാവ് കർത്തദാസനെ ഉപയോഗിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം വീണ്ടും നമ്മളായിരിക്കുമ്പോൾ കർത്താനാത്മാവ് വീണ്ടും നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കാഴ്ചകൾ ദൈവാത്മാവിന്ന് ഈ സന്ധ്യാസമയം അത് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് വെളിപ്പെടുത്തിയത് അത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പേ സ്തോത്രം, എൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആദ്യത്തെ പ്രവർത്തനം എരുമക്കാടായിരുന്നു. നമ്മൾ ഞായറാഴ്ചത്തെ 2-ാം കുരങ്ങമല അതാണോ? കുരങ്ങമല അല്ല, എരുമക്കാട് പ്രവർത്തിച്ചില്ല. എരുമക്കാട് ആണ്, പക്ഷേ ഉണ്ടല്ലോ അല്ലേ?
ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ കഴിഞ്ഞ നാളുകൾ ഇതിപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്ന ഈ ഞായറാഴ്ച അല്ല, അത് കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ച എരുമക്കാട് ദേശം, അതുപോലെ കുരങ്ങുമല, അവിടെ ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചിങ്ങമുക്ക് രണ്ടിടത്ത് ഞങ്ങളുണ്ടായിരുന്നു. മറ്റേത് എരുമക്കാട് ഉണ്ടായില്ല, അത് പിന്നീട് പ്രവർത്തനം ഉണ്ടെന്ന് അറിഞ്ഞത്. ആ 3 ദേശങ്ങളെ ദൈവസഭയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ ദൈവസഭ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പോയി പ്രവർത്തിച്ചാണ്. ദൈവാത്മാവിന്റെ നിയോഗത്താൽ, വെറും ഒരു സമയം പോക്കിന് വേണ്ടിയല്ല, ദൈവാത്മാ നിയോഗം കർത്തദാസന് നൽകി, അത് കമ്മിറ്റി അംഗീകരിച്ചു, ദൈവസഭ അംഗീകരിച്ചു. അത് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമ്മൾ കടന്നുപോയി. കുഞ്ഞുങ്ങൾ കടന്നുപോയി, യൗവനക്കാർ പോയി, സഹോദരി സഹോദരന്മാർ ദേവദാസന്മാർ കടന്നുപോയി. നമ്മൾ ട്രാക്ട് കൊടുത്ത് പരിശ്രമങ്ങൾ നടത്തി, ഹല്ലേലൂയ പാട്ടുകൾ പാടി കർത്താവിന്റെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മൾ അറിയിച്ച ദേശങ്ങളെ, പറയപ്പെട്ട 3 ദേശങ്ങൾ, അത് 3 മാസങ്ങളായിട്ട് 3 ദേശത്തെ നമ്മൾ കാല് ചവിട്ടിയ ദേശം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കാൽ ചവിട്ടിയ ഭവനങ്ങൾ, നമ്മൾ ട്രാക്ട് കൊടുത്ത ജീവിതങ്ങൾ, ചില ഭവനങ്ങളൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് സൗഭാഗ്യം നൽകിയല്ലോ. പ്രൈസ്. നമ്മളെ സ്വീകരിച്ചവർക്കായി സ്തോത്രം ചെയ്യാം, അല്ലാതെ നമ്മളെ ധിക്കരിച്ചവർക്കായി, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞവരെ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി, ഹല്ലേലൂയ, വരുന്ന ദിവസങ്ങളിൽ ഈ 2024 കഴിയും മുമ്പേ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. ദാസൻ പ്രസ്താവിച്ച പോലെ നമ്മുടെ മാനുഷികമായ ചിന്തകൾ മാറ്റിവെച്ച്, നമ്മുടെ മാനുഷികമായ പരിധികൾ മാറ്റിവെച്ച്, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ആണ്ടുകളായിട്ട് ഈ ദേശങ്ങളൊക്കെ അനേകം പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, നമ്മൾ പോയി ചെയ്ത നിമിത്തമായി ഒരു പടിയും കൂടി നമ്മൾ ചേർത്ത് വെച്ചല്ലോ. എങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചില ജീവിതങ്ങൾ, ഹല്ലേലൂയ, ദരിദ്രരായിരിക്കും, സ്തോത്രം, ഒന്നുമില്ലാത്തവരായിരിക്കും, ഭവനമില്ലാത്തവരായിരിക്കും, വണ്ടിയില്ലാത്തവരായിരിക്കും, സ്തോത്രം, ഹല്ലേലൂയ, അതേ ദേശത്ത് ഒരു പേരില്ലാത്തവരായിരിക്കും, എങ്കിലും അവരൊരു ആത്മാവാകുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, ആ കുടുംബത്തെ, ആ ജീവിതത്തെ യേശു സ്നേഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ആത്മാവിന്റെ പ്രവൃത്തി, അതേ സ്തോത്രം, ഇന്നു മുതൽ ശക്തിയോടെ കർത്താവ് ചെയ്യുവാൻ, ആ ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, പിതാവേ, സ്വപ്രത്യമായി കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് സ്തോത്രം കർത്താവേ, ഞങ്ങൾ പ്രവർത്തിച്ച ദേശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ജീവിതങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഞങ്ങളുടെ കൂടെ വന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളവിടെ പരിചയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, താവേ, വാർത്തയിലേക്ക് മാതാപിതാക്കൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റക്കാരുണ്ടപ്പ, രോഗികളുണ്ടല്ലോ, സ്തോത്രം, അവിടെ എല്ലാം വലിയ പ്രവൃത്തി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ജനക്കൂട്ടം വിടുവിക്കപ്പെട്ട്, അതാവേ അനുഗ്രഹിക്കപ്പെടുക, അതാവേ മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മനിറവിന്റെ അനുഭവങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ജിതാവേ, സ്വർഗത്തിൽ അങ്ങയുടെ പുസ്തകത്തിൽ അനേക പേരുകൾ എഴുതപ്പെടുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ അസാധ്യമേ ഒന്നുമില്ലല്ലോ. സ്തോത്രം കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെന്ന് കൃപയ്ക്കായി സ്തോത്രം, പ്രാർത്ഥനായ സ്തോത്രം. സകല ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കഴിഞ്ഞ പാസ്റ്റർ ഇന്ന് വെള്ളിയാഴ്ച തെക്കമേലയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്തോത്രം, ഞാൻ ഒരു സങ്കടകരമായ കാര്യം, ഞങ്ങൾ തെക്കമേല ഒരു 8-9 മാസമാകുന്നു അവിടെ താമസിക്കുന്നത്. അവിടെ എല്ലാം ഞങ്ങളുടെ കഴിവിനാൽ, ആരോഗ്യം അനുസരിച്ച് പലയിടങ്ങളിൽ പോയി ചാറ്റ് കൊടുക്കാൻ, പല ജീവിതങ്ങളെയും, വിശ്വാസികളെയും ചില വിശ്വാസികളെയും പാസ്റ്റർമാരെയും ഒക്കെ പരിചയപ്പെടുവാൻ, വിശ്വാസികളെ പരിചയപ്പെടാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ചിറയുടെ ഭാഗത്ത്, സ്തോത്രം, ചോദിച്ചാനൊക്കെ അറിയാം, ചിറയുടെ അവർ താമസിക്കുന്ന എതിർവശം ചിറയുടെ ഭാഗത്ത് കഴിഞ്ഞ മാസം 4 പേരാണ് മരിച്ചത്. 4 പേര്. ഏറ്റവും ചെറുപ്പക്കാരൻ 43 വയസ്സ്, ഹൈന്ദവനാണ്. 43 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഏറ്റവും ചെറുപ്പക്കാരനാണ് മരിച്ചത്. ഈ ഏറ്റവും അവസാനം മരിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ 65 വയസ്സുള്ള ഒരു ക്രിസ്ത്യാനി. പിന്നെ ആണ് അറിഞ്ഞത് അവർ വിശ്വാസികൾ പെന്തക്കോസ്തുകാരായിരുന്നു, പിന്മാറിപ്പോയി. അങ്ങനെ ഒത്തിരി പേര് ഞങ്ങൾ ഈ ദേശത്ത് പരിചയപ്പെട്ടു, പിന്മാറ്റക്കാരെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അവിശ്വാസി കൊണ്ടുവരാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ദൈവമയം പ്രവർത്തിക്കും, കാരണം അവർക്ക് അറിയില്ല. പക്ഷെ പിന്മാറിപ്പോയവർ, സ്തോത്രം, എത്രയോ ആൾക്കാർ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങൾ ഈ ചൊവ്വാഴ്ച ഞാനും വൈഫും കൂടി പോയ അവിടെ സഭയുടെ തൊട്ടൊരു 100 മീറ്റർ അപ്പുറം ഒരു സഭ, വലിയൊരു സഭയുണ്ട്, ദൈവസഭ. 100 മീറ്റർ അപ്പുറം ഒരു വീട്ടിൽ, സ്തോത്രം, ക്യാൻസർ രോഗി, മർത്തോമക്കാർ വന്ന് പ്രാർത്ഥിച്ച് സുഖമായ ക്യാൻസർ രോഗി, ഹൈന്ദവനാണ്, അത് സുഖമായി. പക്ഷെ വിശ്വാസം വന്നിട്ടില്ല, സാധാ ക്രിസ്ത്യാനി ആയില്ല, ഒന്നും ആയില്ല. അവരോട് വ്യക്തമായും പറഞ്ഞു, അതുകൊണ്ട് പോരാ, നിങ്ങൾ സ്വർഗത്തിൽ പോലെ നിങ്ങൾ ജീവിതം യേശു സൗഖ്യമാക്കി, പക്ഷേ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കില്ല. സ്തോത്രം. ആ അനുഭവത്തിൽ പലരും ഉണ്ട്. വ്യക്തമായ ദിനകരൻ്റെ സൗഖ്യം പ്രാപിച്ച് ഫോണിൽ കൂടി, അത് ദിനകരൻ്റെ ഉള്ള കാലത്ത് പുള്ളി ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച സ്തോത്രം ജീവിതങ്ങൾ. പക്ഷേ ഹിന്ദുക്കളായ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്നാൽ മതിയെന്ന്. അതുകൊണ്ട് 1000 കണക്കിന് ആൾക്കാർ അങ്ങനെ നിൽക്കുക.
ഒറ്റൊരു വാക്ക് അത് തിരുത്താൻ എത്ര പാടാന്നറിയോ സ്വതന്ത്രം. അതുകൊണ്ട് 50 വർഷമായിട്ട് അവർ ഇപ്പോഴും ഹൈന്ദവ വിശ്വാസത്തിലാണ്. യേശുവിന് ഇഷ്ടമാണ്, പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, നമ്മൾ പോയി പ്രാർത്ഥിപ്പിക്കും, സൗഖ്യം ലഭിക്കും. പക്ഷേ സ്വർഗത്തിൽ പേരില്ല സ്വതന്ത്രം. അതുകൊണ്ട് പോരാട്ടം എളുപ്പമല്ല സ്വതന്ത്രം. പിന്നെ നമ്മൾ പാടിയ പാട്ട് ജോളിയാണ്ടിക്കാ സ്വതന്ത്രം ചെയ്ത് ആ പാട്ട് പാടിയപ്പോൾ അതേ സ്വതന്ത്രം വലിയ പ്രൈസിലോട് അത് നമ്മൾ കർത്താവിൻ്റെ യോദ്ധാക്കളാണല്ലോ സ്വതം, നമ്മളെ സേനകളാണ്. സ്വതന്ത്രം പൗലോസ് പറയുന്ന പോലെ അതേ നമ്മളെ വലിയൊരു അതേ നമ്മളെ സേനകളാണ്. പ്രൈസ് ലോർഡ്. നമ്മളെ ഒരു കർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. യുദ്ധക്കളത്തിൽ അത് യുദ്ധം ചെയ്യുന്നതിന് അത് എളുപ്പ കാര്യം അല്ല. സ്വതന്ത്രം. യുദ്ധക്കളത്തിൽ എൻ്റെ ഡാഡി പട്ടാളക്കാരനായിരുന്നു, അതുകൊണ്ട് നല്ലോണം അറിയാം. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, പട്ടാളക്കാരൻ സകലവും വിട്ടിട്ടാണ് അവിടെ പോകുന്നത്. മാത്രമല്ല അവർക്ക് ട്രെയിനിങ് അങ്ങനെ കൊടുക്കും. കാരണം തോക്ക് വെച്ച് വെടിവെക്കുമ്പോൾ ഭാര്യയെ ഓർത്താൽ ഉന്നം തെറ്റിപ്പോവും. ഉന്നം തെറ്റിപ്പോയാൽ ഇയാളുടെ ജീവൻ പോവും, എൻ്റെ ജീവൻ പോവും. ഭാര്യയെ ഓർത്താലേ, കാരണം അത് തോക്ക് അതിൻ്റെ കുഴൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മളല്ലാതെ നമുക്ക് അറിയാമല്ലോ, അതിൻ്റെ അത്രയും ഷാർപ്പാണ്. അത് ഉന്നം തെറ്റിയാൽ അല്ലെങ്കിൽ കണ്ണ് പഴച്ചാൽ പോവും, തിരിച്ച് നമ്മളടിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഹല്ലേലൂയ, അവർക്ക് മക്കളെ കുറിച്ച് ഓർക്കാൻ നേരമില്ല, ഓർക്കാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്ന യാതൊരു പടയാളിയും ജീവന യാതൊരു പടയാളി ആണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല സ്തോത്രം. പക്ഷെ പടയാളി, ക്രിസ്തുവിൻ്റെ പടയാളി ആണെങ്കിൽ, സ്തോത്രം, ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന ആളാണെങ്കിൽ, വിശ്വാസി ആണെങ്കിൽ, പ്രൈസ് കർത്താവ് പറയുന്ന നല്ലൊരു കൽപ്പന, അതേ സ്തോത്രം, യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ പ്രൈസ് ലോർഡ് ഇടപെടുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വേണ്ടാന്ന് വെച്ചാൽ അവരെ പോകണോ? ഇല്ല, അവരുണ്ട്, നാട്ടിലുണ്ട്. പക്ഷെ അവരുടെ ഓർമ്മകൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. എങ്ങനെ ട്രെയിനിങ് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ തന്നെ ബൈബിൾ സ്തോത്രം ഹല്ലേലൂയ, ഈ ലോകം ലോക ചിന്തകൾ നമ്മളെ സ്പർശിച്ചാൽ, നമ്മളെ തൊട്ടാൽ നമ്മുടെ ജീവിതം പഴയ്ക്കും, തെറ്റിപ്പോവും, നമുക്കെന്ന് തിരിച്ചടിയായി തീരും. അങ്ങനെ എത്രയോ പേർ സ്തോത്രം പിന്മാറിപ്പോ. ഹല്ലേലൂയ. 30 വർഷം 40 വർഷം ഹല്ലേലൂയ ഈ കോഴഞ്ചേരി തെക്കേബേലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതേ പ്രയോജനപ്പെട്ടവർ ഗൾഫിൽ പോയി അധ്വാനിച്ച് 30-40 വർഷം അധ്വാനിച്ച് അവിടെ പണം മുഴുവൻ വേലയ്ക്ക് വേണ്ടി കൊടുത്തവർ വന്നിട്ട് പിന്നെ പാസ്റ്റർമാരായിത്തീർന്നവർ ഇപ്പോൾ പാർക്കിൻസൺസിന് അസുഖം നിമിത്തം, അതുപോലെ വേറൊന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മാരകമായ രോഗനിമിത്തം ഭാരപ്പെട്ട് അവർ ചോദ്യം കർത്താവ്, ഞാൻ ഇത്ര വർഷം കഷ്ടപ്പെട്ടു, എൻ്റെ പണം മുഴുവൻ വേലയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ, എനിക്കൊരു കാഴ്ചയോട് വെക്കാൻ പറ്റില്ല, ഞാൻ വേറെ എൻ്റെ ഭാര്യയിൽ ആശ്രയിക്കണം. അത് അവരുടെ വിഷമമാണ്. ഉള്ളിൽ അവർ പിന്മാറിപ്പോയി. ആള് കാണുമ്പോൾ സ്വത്രമൊക്കെ പറയും, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ 30 വർഷം പാരമ്പര്യം അല്ലെങ്കിൽ 50 വർഷം പാരമ്പര്യം പറയാനുണ്ട്, ചിലവാക്കിയിട്ടുണ്ട്, ആലയങ്ങൾ പണിതുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഈ ഇത്രയും ചെയ്ത ആള് പിന്മാറിയിരിക്കുക. സ്വതന്ത്രം. അവർക്ക് വേണ്ടി ആത്മാവിൽ പോരാടുവാൻ സ്വതന്ത്രം. ഹല്ലേലൂയ. അവരുടെ വേദന അവർക്ക് അവരുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് പോലും പറയാൻ പറ്റാത്ത അനുഭവങ്ങൾ എത്രയോ പിതാക്കന്മാരെ ഞങ്ങൾ പരിചയപ്പെട്ടു. സ്വതന്ത്രം. കർത്താനാത്മാവ് ഈ ദിവസങ്ങൾ ഓർപ്പിച്ച ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ 7 ദിവസത്തിൽ നമ്മളെ ഓർപ്പിച്ച ദേവദാസന്മാരൊന്ന് ഓർപ്പിച്ചതിന് പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ചത്. വേറാർക്കും ഇല്ലാത്ത പ്രമാണം നമുക്ക് തന്നിരിക്കുന്നു. മാനുഷ്യമായി ചിന്തിച്ചാൽ ഇത് പ്രമാണിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവകൃപയാലും ആത്മാന ശക്തിയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. പാസ്റ്റർ പറഞ്ഞ ഹല്ലേലൂയ, മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ സാധിക്കും? എന്തോന്നിനാ ഞാൻ അറിയും, പക്ഷെ അറിയിക്കുന്ന ദൈവമുണ്ട്, ചെയ്യിപ്പിക്കുന്ന കർത്താവുണ്ട്. നാം സമർപ്പിച്ചാൽ, നാം വിശ്വസിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ നാളുകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും കർത്താവ് ചെയ്യാൻ വിശ്വസനാകിയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വന്നവർക്ക് ഹല്ലേലൂയ പ്രാരംഭത്തിലൊരു ദൂത് സ്തോത്രം. വന്നവർക്ക്, വരാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഈ സഭയിൽ പ്രാർത്ഥനയ്ക്ക് വരാത്തവർ, പല കാരണം കൊണ്ടായിരിക്കും വരാൻ പറ്റാത്ത ജോലിക്കാരും മറ്റുള്ള കാര്യമൊക്കെ എന്തിനായിക്കോട്ടെ വരുന്നത്, ഈ സഭയ്ക്കുള്ള ദൂതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടിയാണല്ലോ ഉദ്ദേശിക്കുന്നത്, ദൈവാത്മാവ്. അപ്പോൾ ഇല്ലാത്തവർക്ക്, പക്ഷേ ഈ കേൾക്കുന്നത് ഇല്ലവരാണല്ലോ കേൾക്കുന്നത്. എന്നും നിങ്ങൾ ഇന്നലെയും കേട്ട്, ഇന്നലെ 2 നേരം നിങ്ങൾ കേട്ട്, ഇന്ന് രാവിലെയും കേട്ട്, ഇന്ന് ഇപ്പോഴും കേൾക്കുന്നു. പക്ഷേ ഈ ദൂത് നിങ്ങൾക്കല്ല, മറ്റുള്ളവർക്കാണ്. കാരണം സഭയ്ക്കണം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 10 വർഷമായി കർത്താവിനെ പ്രാർത്ഥിക്കുക. അങ്ങനെ മൊത്തത്തിൽ തരണ്ട, അത് ഞായറാഴ്ച മതി. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഈ എല്ലാത്ത പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് മാത്രമേ തോത് മതി. സ്തോത്രം. പക്ഷെ കർത്താവിന് 2 തന്നു, ഒന്ന് നിങ്ങൾക്ക്, ഒന്ന് വരാത്തവർക്ക് സ്തോത്രം. ആദാമേ നീ എവിടെ? ആദാമേ
അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവാത്മാ തന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, കർത്താവേ സ്വതം അവരോട് ഇന്ന് സന്ധ്യാസമയം ഞങ്ങളിവിടെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരോട് പോയി ചോദിക്കുന്നുണ്ട്. അവർക്ക് പാപബോധം കൊടുക്കണം. അവർക്ക് പാപബോധം നമ്മളായിട്ടൊന്നും പറയണ്ട, നമുക്ക് പറയാൻ പറ്റിയ അത്രയും നല്ലത്, പക്ഷെ പറയണ്ട. സ്തോത്രം. പക്ഷെ പ്രാർത്ഥിക്കണം. അവർക്ക് ആദാമേ, തോമസേ, നീ എന്താ പോകാതിരുന്നത്? സൂസനെ, നീ പേര് ഇവിടെ ആരും ഇല്ലെന്ന് തോന്നിട്ടാ. സ്തോത്രം. സൂസനെ, നീ എന്താ ഇന്ന് സന്ധ്യാസമയം നിന്റെ പാസ്റ്റർ, നിന്റെ സഭ തീരുമാനിച്ച, നിനക്ക് അറിയാവുന്ന, അത് ലാൽ പാസ്റ്റർ വന്നതിന് ആരംഭിച്ചല്ല, വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. എല്ലാ മാസത്തിനെയും ആഴ്ച വെള്ളിയും ശനിയും പ്രാർത്ഥന ഉണ്ടെന്ന്. അപ്പോൾ ചോദിക്കുകയാണ് ദൈവാത്മാവ് ഇന്ന് മുതൽ ഞാൻ കർത്താവിനോട് വ്യക്തമായി സ്പഷ്ടമായും അതേ കർത്താവിനോട് അത് യാചിച്ച് പറഞ്ഞു, കർത്താവ് ശക്തമായ അങ്ങ് അതേ സംസാരിക്കണം. ഹല്ലേലൂയ. അത് അവരോട്, അത് ദൂത അവർക്കാണ്. അത് വ്യക്തമായ അങ്ങ് ദൈവഭയം നൽകണം. നീ വരാത്തോണ്ട് നിന്റെ കുടുംബത്തിനും അത് ഞാനൊരു ശിക്ഷ തരും. സ്തോത്രം. വെറുതെ അനുഗ്രഹിച്ച് വിടാനല്ല. ഞാൻ എത്ര അനുഗ്രഹിച്ചാലും, പാസ്റ്റർ ലാലു പാസ്റ്റർ എത്ര അനുഗ്രഹിച്ചാലും, പ്രസ്ബിറ്റർ എത്ര അനുഗ്രഹിച്ചാലും, TJ ഷമീർ സാർ എത്ര അനുഗ്രഹിച്ചാലും തെറ്റാണെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കത്തില്ല എന്ന് നമുക്ക് നല്ലോണം അറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് അവർക്കുള്ള പോട്ടെ. നമുക്കുള്ള സ്തോത്രം ഒരു നല്ല കല്യാണത്തിന് ഒരുങ്ങുന്ന ഒരു മണവാട്ടി. ഞാൻ ഒരു കർത്താവേ സ്തോത്രം, രണ്ടാമതാണോ എന്നാണ് ഒന്നുമില്ല, പോട്ടെ. സ്തോത്രം. നല്ലൊരു മണവാട്ടി. അപ്പം മണവാട്ടി പിന്നെ ഒന്നും കൂടെ ദൈവാത്മ കാണിച്ച് ഒരാളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആൾ സ്തോത്രം അവർ പൂർണ്ണ വസ്ത്രത്തിലല്ല. അവ ഒരുക്കേണ്ട ഒരാളെ ഒരുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുക്കേണ്ട ആൾ മണവാട്ടിയുണ്ട്. ആ മണവാട്ടിയെ ഒരുക്കാൻ വേണ്ടിയുള്ള ആൾ മുഴുവനായിട്ടും ഒരുങ്ങിയിട്ടില്ല. മിഷേലിനായി സ്തോത്രം ചെയ്യുന്നത്. ആ 7 ദിവസം കൊച്ചുണ്ടായിരുന്നു. ഇന്ന് വന്നപ്പോൾ ആ കൊച്ചു തല ഞാൻ കണ്ടു. കർത്താവെ ധാരാളം കൊച്ചിനെ അനുഗ്രഹിക്കണമേ. അപ്പനെ അമ്മയുടെയോ അതോ അമ്മൂമ്മയുടെ കാരണം കൊണ്ടല്ല, മോളിവിടെ വന്ന് ആലയത്തിൽ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. കൂട്ടത്തിലും നോക്കും. സ്തോത്രം. പക്ഷെ അവർക്ക് കൂടുതൽ ആ തലയാണ് എപ്പോഴും കാണുന്നത്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. ഒരുക്കുന്ന ആൾക്ക് പൂർണ്ണ ഒരുക്കം ഇല്ല. സ്തോത്രം. നമ്മളെ ഒരുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ചില മണവാട്ടികൾ വരാൻ പോവാ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പൂർണ്ണമായൊന്ന് ഒരുങ്ങിയിട്ടില്ല എന്നല്ല, നമ്മൾ പൂർണ്ണമായൊന്ന് ഒരുങ്ങുവാൻ. സ്തോത്രം. പാസ്റ്റേ ഷർട്ട് ഇട്ടിട്ടില്ല, അപ്പം ഞാൻ അംഗീകരിക്കുന്നത് ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, അല്ല ബനിയൻ ഇട്ടിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇട്ടിട്ടില്ല എന്ന് ഞാൻ അംഗീകരിച്ച് അത് ഇടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയ ഉപവാസ പ്രാർത്ഥന, അതിനുവേണ്ടിയ കൂട്ടായ്മ, അതിനുവേണ്ടിയ WMC, അതിനുവേണ്ടിയ CA, അതിനുവേണ്ടിയ നമ്മുടെ ഞായറാഴ്ച കൂട്ടായ്മകളെല്ലാം വീട്ടിൽ, അതേ ഭവനത്തിലെ കോട്ടേജ് മീറ്റിംഗ് സകലവും കൂട്ടായ്മ നമ്മളെ ഒരുക്കാൻ വേണ്ടി, നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി ആകുന്നു. വാക്യം വായിക്കാം. സ്വതം ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. ലേവ്യർ 25-38. ഞാൻ നിങ്ങളെ ആകുന്നു. സ്തോത്രം. കർത്താനാത്മാവ് സ്തോത്രം. അതേ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യം ദൈവാത്മാവ് ഓർപ്പിക്കുന്ന അല്ലേ സ്തോത്രം. അതേ ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് ചിലത് തരുവാൻ ആഗ്രഹിക്കുന്നു. നാം ചോദിച്ചിട്ടല്ല, അവരും ചോദിച്ചിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. എനിക്ക് തരുവാൻ ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ 2 കാര്യങ്ങൾ. എന്താണ്? ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കുവാനും നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. വേറെ ആരുമല്ല നമ്മളെ വിടുവിച്ചത്. മിസ്രൈമിന്റെ തീച്ചൂളയിൽ നിന്ന്, ഫറവോന്റെ ആ ക്രോധത്തിൽ നിന്ന്, അവന്റെ കോപത്തിൽ നിന്ന്, അവന്റെ പൈശാചികമായ ചിന്താഗതികളിൽ നിന്ന്, അവന്റെ അടിമത്തിൽ നിന്ന്, പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും അടിമത്തിൽ നിന്ന് കർത്താവ് നമ്മൾ ഒരിക്കൽ വിടുവിച്ചു. എന്തിനു വേണ്ടി? അവന് വേണ്ടി നിൽക്കുവാൻ. അവൻ പ്രമാണം തന്നു. ആ പ്രമാണം ആചരിപ്പാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ജാതി. വിശുദ്ധ ബൈബിളില് വിശുദ്ധ പ്രമാണമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമാണം അനുസരിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കെല്ലാവർക്കും പ്രമാണമുണ്ട്. പ്രമാണത്തിന് ഏറ്റവും നല്ല അതിനോട് ചേർന്നൊരു കാര്യം സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് 100-ൽ 100 മേടിക്കാറുണ്ടോ? ഇല്ലേ? സ്തോത്രം. കുഴപ്പമില്ല. എത്ര മേടിക്കും? പോട്ടെ. 100-ൽ 100 മേടിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നത് നമ്മൾ പഴയകാലം. ഒരു മിനിറ്റ് പഴയകാലം എന്ന് ഓർത്താൽ മതി. 100-ൽ 100 മേടിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട 90 ആക്കട്ടെ. ടീച്ചർമാർക്ക് അവരെ ജോലി നല്ലോണം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൂടുതൽ മാർക്ക് മേടിപ്പിക്കാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ 100 മാർക്ക് കൊടുക്കൂല. 100 മാർക്കുണ്ട്, പക്ഷേ ഒന്ന് കുറച്ച്
ഇടും. കുറച്ചിടും. എന്തിനു വേണ്ടിയാ? കൂടുതൽ പഠിക്കാൻ വേണ്ടി എന്ന് പറയും. നമ്മൾ സ്തോത്രം, നമ്മളെല്ലാം ഇവിടെ ഇന്ന് ദൈവസഭ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ കൊച്ചു കുഞ്ഞു മുതൽ എല്ലാവരും നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാകുന്ന സ്തോത്രം, നിങ്ങളെല്ലാം തികഞ്ഞനാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് വിശ്വാസം, കർത്താവിന് അത് കാണുമ്പോൾ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒരുക്കുന്നത് സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരായിരുന്നെങ്കിൽ നമ്മളെ പോയേനെ, ഇവിടെ ഒന്നും ഇരിക്കില്ല. എന്ന് നമ്മുടെ വേല തീർന്നോ വിളിക്കും, അപ്പം വിളിക്കും സ്തോത്രം. അതിനുവേണ്ടി തയ്യാറുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പം 100 മേടിക്കാൻ വേണ്ടിയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നത്. 100 മേടിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ശിക്ഷ തരുന്നത്. 100 മേടിക്കാൻ വേണ്ടിയാണ് മാർക്ക്, അരമാർക്കൊക്കെ കുറയ്ക്കാറുണ്ടോ ടീച്ചർ? കുറച്ചിട്ടുണ്ടോ? ഉണ്ടെന്നോ? അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. വെളിപ്പാട് 3:19. ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല സ്തോത്രം, കാരണം ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ തന്നെ എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ദൈവം പറയും. വെളിപ്പാട് പുസ്തകം പറയാണ് എനിക്ക് ഏറ്റവും അവസാനം ലവോദിക്ക സഭയോട് പറയുന്നത് എനിക്ക് പ്രിയമുള്ളവരെ. അപ്പൊ പ്രിയമുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്തുണ്ട്? എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പൊ എനിക്ക് പ്രിയമുള്ളവർ എന്ത് ചെയ്യും? ശാസിക്കുകയും ചെയ്യും, ശിക്ഷിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രായ വ്യത്യാസമില്ല, എത്ര വർഷത്തിന് കണക്ക് ദൈവത്തിനില്ല. പ്രിയമാണെങ്കിൽ, പ്രിയ മക്കളാണെങ്കിൽ, ഈ ദേശത്ത് അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കോളേജ് സഭയിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ നാം കർത്താവിന് പ്രിയ മക്കളാണെങ്കിൽ കർത്താവിന് ഒരു കാര്യമുണ്ട്, നമ്മളെ ശിക്ഷിക്കും. സ്തോത്രം. ഒരു നേരം പ്രാർത്ഥന കുറഞ്ഞാൽ, ഒരു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നും പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് അല്ലാതല്ല, മറ്റുള്ള കാരണം കൊണ്ട്. പക്ഷെ എത്ര നമ്മളത് ഒതുക്കണം, ചെയ്യണം എങ്കിലും കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാകിയ സ്തോത്രം. അപ്പോൾ അത് കുറവ് വന്നാൽ ശിക്ഷിക്കുന്ന, അപ്പോൾ തന്നെ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. രോഗിയായ ഞാൻ, എൻ്റെ ജീവിതത്തിൽ രോഗിയായ ഞാൻ, എനിക്ക് പലപ്പോഴും ഇന്നിട്ട് രോഗിയായിട്ടും പലപ്പോഴും ഷേവ് ചെയ്യാൻ, നമ്മൾ ഞായറാഴ്ച വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോകുന്ന ദിവസങ്ങൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് മുറിയും. അപ്പം ഞാൻ ചോദിക്കും, കർത്താവേ, അല്ലെങ്കിൽ തന്നെ കാലും കൈ എല്ലാം പൊട്ടി അളഞ്ഞിരിക്കുക, അതൊരു വേദനയും പ്രശ്നം. അത് കൂടാതെ പിന്നെ ഇത് ഷേവ് ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണം പറയുന്നുള്ളൂ, ഷേവ് ചെയ്യുമ്പോൾ പിന്നെ മുറിയുന്ന, അപ്പോൾ ആ വേദനയും വേണം. മാത്രമല്ല ഇതെല്ലാം ഈ കാലിലുള്ളതിനെ എല്ലാവരും കാണുന്നു, കാലിലും കയ്യിലുള്ള എല്ലാവരും കാണുന്നു, കൂടാതെ പിന്നെ മുഖത്തും. അപ്പോൾ കർത്താവ് ചോദിച്ചു, അതെൻ്റെ ശിക്ഷയാണ്. അപ്പോൾ ശാസനയും ശിക്ഷയും എല്ലാം ഉണ്ട്. സ്തോത്രം. മാത്രമല്ല ഒന്നും കൂടി എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എത്രയോ ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. അത് യശപ്രവാചകൻ പറയുന്ന പോലെ അവൻ്റെ മുഖം കണ്ടാൽ ആരും ആഗ്രഹിക്കില്ല. സ്തോത്രം. അവൻ്റെ മുഖം അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ മുഖമോ? അതുകൊണ്ട് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, ചില മുഖത്ത് ശരീരത്തിൽ ചില വേദനകൾ, ദുഃഖങ്ങൾ, അത് രോഗാവസ്ഥ കർത്താവ് തരുന്ന എന്തിനാണ്? ദൈവമക്കളെ, നമുക്ക് സൗന്ദര്യം തന്നത് അവനാ. പക്ഷെ ആ സൗന്ദര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഇഞ്ച് പോലും അത് അഹങ്കരിച്ച് പോകാൻ, അയ്യോ എനിക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, മറ്റുള്ളവരെ കാണുമ്പോൾ അയ്യോ അത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ദൈവമക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ മുഖത്ത് പോലും കർത്താവ് ചില പ്രയാസങ്ങൾ തരുന്ന. സ്തോത്രം. ഇല്ലാത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നത്, മഹത്വപ്പെടുന്നു. അപ്പോൾ അവിടെ പറയാണ്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. മടങ്ങി വരാം ലേവ്യ പുസ്തകം. അത് ഞാൻ നിങ്ങൾക്ക് അതേ കനാൻ ദേശം തരും. പക്ഷെ അവിടെ എന്തായിരിക്കും? തരുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഈ ദൈവത്തിന് അതേ പ്രമാണമുണ്ട്. പ്രമാണം അനുസരിപ്പാൻ അതേ നാം ബാധ്യസ്ഥരാകുന്നു. ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രമാണം, നമുക്ക് പല പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ പഞ്ചായത്തിൻ്റെ, മുനിസിപ്പാലിറ്റിയുടെ, അതേ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ പ്രമാണം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഇപ്പോൾ പോലീസ് പിടിക്കേണ്ട, അവിടെ അടിച്ചോളും, താനെ വന്നോളും മെസ്സേജ്. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും പേടിയാ. സ്തോത്രം. 500 രൂപ വെറുതെ എന്തിനാ കളയുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് പ്രമാണമാണ് എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ മനുഷ്യനൊരു കൽപ്പന പുറപ്പെടുവിച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ശിക്ഷ ഉണ്ടെങ്കിൽ, ദൈവത്തിന് കൽപ്പനയ്ക്ക് മഹാശിക്ഷയുണ്ട്. പക്ഷെ മഹാശിക്ഷ വരാതിരിക്കാൻ വേണ്ടിയാണ് സഭയിൽ നമ്മെ ആക്കി വെച്ചത്. എന്തോന്ന്? സ്തോത്രം. കർത്താവെ, കുറവുണ്ട്, ആജ്ഞയും ഭാരങ്ങൾ ചുമപ്പാൻ. കർത്താവ്, എൻ്റെ സഹോദരന് പൂർണ്ണമായി പറ്റുന്നില്ലല്ലോ. അതേ കർത്താവ്, എനിക്ക് പൂർണ്ണമായി എൻ്റെ ചിന്താതികൾക്ക് അതിമേ ജയം പ്രാപിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല എന്ന വിഷയം സഹോദരന്മാരോട് അന്യോന്യം പറയുമ്പോൾ, പാസ്റ്ററോട് പറയുമ്പോൾ, ദൈവസഭയെ പറയുമ്പോൾ, അത് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. യേശു അതെല്ലാം നിവർത്തിച്ചു, സകലവും നിവർത്തിയായി എന്ന് യേശു പറയുന്നു. അപ്പോൾ കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ദൈവമായിരിക്കണം. സ്തോത്രം. അതിൻ്റെ 18-19 വാക്യങ്ങൾ.
എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. ഇന്ന് നിർഭയമില്ലാതെ പോയൊരു അവസ്ഥ കൂട്ടരുണ്ടെങ്കിൽ നമ്മളെ ബന്ധകോസാരാ. ഒരു കാലത്ത് നമ്മളെ ലോകം ഭയപ്പെട്ടു, നാം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് അറിയാം അവരെന്തോ ദൈവശക്തി ഉണ്ട്. സ്തോത്രം. നാം പോകുന്ന ഇടങ്ങൾ പ്രൈസ് ദി ലോർഡ്. പല പാസ്റ്റർമാർ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, പാസ്റ്റർമാർ പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മുടെ പെൺകുട്ടികൾ അതേ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ആരും പൂവാലന്മാർ പോലും മിണ്ടാതിരിക്കും. അത്ര നേരം പൂയന്മാർ അവർ മിണ്ടാതിരിക്കും. കാരണം പറയും അവൾ പെന്തക്കോസ്താരിയാണ്, ഒന്നും ചെയ്യേണ്ട, ചിലപ്പോൾ അവൾ പ്രാർത്ഥിച്ചാൽ പിന്നെ ഇടിവെട്ട് വീഴുന്നു. പക്ഷെ ഇന്നത്തെ കാലം നേരെ തിരിച്ചാ. സ്തോത്രം. അപ്പം കാലം മാറി, നമ്മളുടെ ശക്തി നാം അറിയാതെ ചോർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നും അത്ഭുതം അടയാളം നമ്മളെ കൊണ്ട് കർത്താവ് അന്നും ചെയ്യിച്ചിട്ടില്ല, ഇന്നും ചെയ്യിച്ചിട്ടില്ല. പൗലോസ് എന്നും അത്ഭുതം ചെയ്തുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. അത്ഭുതം ചെയ്തു ചിലരെ വിടാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള കാര്യം ക്രിയ സ്വതം പലരും അനുഭവിച്ചില്ല. പക്ഷെ അവരോട് വ്യക്തമായി പാസ്റ്റർ നേരത്തെ കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ച ഇന്നലെ പറഞ്ഞ പോലെ ധൈര്യമായി വചനം പറയുവാൻ. നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു, നിങ്ങൾ അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ തന്നെ വരണം. സഭയിൽ പോയാലേ രക്ഷയുള്ളൂ എന്ന് ഒരു മുസ്ലിമിനോട്, ഒരു ഹിന്ദുവിനോട്, ഒരു പള്ളിക്കാരനോട് വ്യക്തമായി സ്പഷ്ടമായി നാം പറയേണ്ട ബാധ്യത നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ ധൈര്യമാണ് ഈ ദിവസം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വെറുതെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കില്ല, അവർക്ക് യേശുവിനെ അറിയാം. ഈ പത്തനംതിട്ട ജില്ലയിലുള്ള സ്തോത്രം സകല മനുഷ്യർക്കും യേശുവിനെ അറിയാം. കേൾക്കാത്ത ആരുമില്ല. അത്ഭുത അടയാളം അവർ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചവരാ പലരും. പക്ഷേ അവർ കാൽച്ചോട് വെച്ചിട്ടില്ല. കാരണം എന്താണ്? തെറ്റായ ഉപദേശം പഠിപ്പിച്ചു, ദുരുപദേശം വന്നു. അതിനെതിരായാണ് ദൈവസഭ എഴുന്നേൽക്കേണ്ടത്. അതിനുവേണ്ടി ആത്മശക്തി വേണം. അതിനുവേണ്ടി ഒരു കാലത്ത് അത് ശക്തിയുടെ വചനം സംസാരിച്ച പഠിപ്പിച്ച പാസ്റ്റർമാർ എന്ത് ചെയ്തു? ദുരുപദേശം അവരെ വശീകരിച്ചു. അവർ പല വിഷയത്തിൽ വീണുപോയി. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ അവരെ നോക്ക്, ആ പാസ്റ്റർ നോക്ക്, ആ സഭയെ നോക്ക്, ഈ സഭയെ നോക്ക്. അവരോടൊപ്പം പറയണ്ടേ ആര് വേരാനും നോക്കാനല്ല, എനിക്ക് ബൈബിൾ തന്നിട്ടുണ്ട്, യേശു നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. ആ കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. വിശ്വസിക്കാൻ അവരുടെ വിഷയം. പക്ഷെ പറയേണ്ട ഒരു കടമ ഇപ്പോൾ ദൈവസഭയ്ക്ക് ഉള്ളത്, സുവിശേഷത്തിൽ ഇത് പെട്ടിട്ടുണ്ട്. എന്ത്? യേശു ക്രിസ്തു രക്ഷിക്കാൻ മാത്രമല്ല, യേശു ശിക്ഷിക്കുകയും ചെയ്യും. അവർ രക്ഷ അനുഭവിച്ചതാ. സ്തോത്രം. ആ ധൈര്യം നാം ഏറ്റെടുക്കണം. അവർ അല്ലെങ്കിൽ പത്രോസും യോഹനയും അടിച്ചപ്പോൾ അവർ ഇനി മേലാ സംസാരിക്കുന്നത് എന്ന് 4-ാം അധ്യായം നമ്മൾ ഇന്നലെ അല്പമായി ചിന്തിച്ചല്ലോ. അവിടെ അല്ലെങ്കിൽ പിന്നെ പറയുന്നില്ല, അവർ പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെട്ട്, അതേ ദൈവത്തിൽ ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെട്ട് ദൈവത്തിന് ഈ കൽപ്പന അതേ പറയാതിരിക്കുന്നത് എങ്ങനെ? ദൈവത്തിന് വീര്യപ്രവൃത്തികൾ പറയാതിരിക്കുന്നത് എങ്ങനെ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയണല്ലോ, നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിച്ചാൽ നിർഭയം, ഭയമില്ലാതെ വസിക്കാൻ പറ്റും. 19-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. 19-ാം വാക്യമാണ് ദൈവം പറയാൻ, നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിച്ചാൽ എന്ത് സമയം? ഭൂമി അതിൻ്റെ ഫലം തരും. എത്രയോ പേര് ഇവിടെ ഞങ്ങൾ പോയപ്പോൾ പല ദേവദാസ പല വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ അവിടെയൊക്കെ എല്ലാം എന്താണ് കൃഷി നശിക്കുകയാണ്, പന്നി കയറിയിട്ട്. അതുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. പിന്നെ പുള്ളിക്ക് പൈസ ബദലൊക്കെ കിട്ടി, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ വിശ്വാസികൾ പലരും പറഞ്ഞ കാര്യമാണ്, പന്നി കയറി നശിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല, റബ്ബറെല്ലാം വെട്ടിക്കളയുന്നു. ദൈവം പറയാണ്, സ്തോത്രം, ഇസ്രായേൽ മക്കളോട് പറയാണ്, ഭൂമി അതിൻ്റെ ഫലം തരും. അത് ചെറിയൊരു ചെടി നട്ടാലും അതിന് ഫലം കർത്താവ് പൂർണ്ണമായ വലിയൊരു ഫലം കാണുന്ന വിഷയം മാത്രമല്ല, കർത്താവ് അത് ഒരു വൃക്ഷമാണെങ്കിൽ അത് പൂർണ്ണ ഫലം തരുവാൻ. സ്തോത്രം. പിന്നെ നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച്, അത് കഞ്ഞിയാണെങ്കിലും കഞ്ഞിയും പാലാണെങ്കിലും അത് തൃപ്തിയായി ഭക്ഷിക്കുന്ന ഒരു അനുഭവം, സമാധാനത്തോടെ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ അപ്പുറം യുദ്ധമാണെങ്കിലും സമാധാനത്തോടെ കഞ്ഞി കുടിച്ച് ഉറങ്ങുവാൻ കർത്താവ് നൽകുന്ന സമാധാനത്തിനായ സ്തോത്രം. പിന്നെ പറയാം, നിങ്ങൾ ദേശത്ത് നിർഭയമായി വസിക്കും. ആരൊക്കെ? സ്തോത്രം. ഇന്നിപ്പോൾ എത്ര പൂട്ടിയിട്ടാണ് നമ്മൾ കിടക്കുന്നത്, എന്നിട്ടും നമുക്ക് സ്വസ്ഥത ഇല്ല. ക്യാമറ നമ്മുടെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്യാമറ നിങ്ങളെ അറിയില്ല, പൊതുവെയുള്ള പോയി കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ക്യാമറ കണ്ടിട്ട് വാതിൽ അടച്ച് പോയ പോലെ ഉണ്ട്. ക്യാമറ നമ്മൾ കാണുമല്ലോ. അപ്പോൾ പാസ്റ്റർ ഗ്രാറ്റോൾ കണ്ടപ്പോഴത്തേക്കും അവർ തുറന്നില്ല. സ്തോത്രം. അപ്പോൾ ക്യാമറയും കൂടി നോക്കി, പിന്നെ ജനലും കൂടി നോക്കി. അപ്പോൾ ശുശ്രൂഷവേലക്കാരൻ മനസ്സിലായി അവർ തിരിഞ്ഞു നോക്കിയില്ല. അത് വേറൊരു ഭൂതം. ഏത് ക്യാമറ. പ്രൈസ് ദി ലോർഡ്. അതും അങ്ങനെ സംഭവം. അപ്പോൾ ഈ ക്യാമറ തന്നെ കർത്താവ് മേളിൽ നോക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം നമ്മുടെ ആൾക്കാരെ ധിക്കരിക്കുന്ന
ദൈവത്തെ തള്ളിവിടുന്ന അനുഭവം. സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കർത്താവിന് എൻ്റെ നാമത്തിൽ പിന്നെ വേറെ വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്തോത്രം. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കയറി ഒരു വീട്ടിൽ പോയി ഇങ്ങനെ പോയടുത്ത് അവരുടെ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. അവരോട് പറഞ്ഞ് കുറച്ച് ഞാൻ വിശേഷമൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കാം, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. വെള്ളം അവർ പോയി വെള്ളം എടുക്കാൻ വേണ്ടി അകത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും വീട്ടിലെ TV കാണാനില്ല. ആളും പോയി, TVയും പോയി. അപ്പോൾ കാലം അങ്ങനെയാണ്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, മറുവശം ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, സഭയിൽ ഒരാൾ ദുരുപദേശത്തിൽ വന്നാലും പൗലോസ് പറയാണ് കള്ള സഹോദരന്മാരാലുള്ള, അറിയില്ലേ, കള്ള സഹോദരന്മാരുള്ള ആപത്ത്. അതെന്തേ പൗലോസ് പാസ്റ്ററെ? അങ്ങ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതാണല്ലോ, വെളിപ്പാട് ആധികം അങ്ങേക്ക് ഉണ്ടായതാണല്ലോ, പിന്നെ ഇങ്ങനെ കള്ള സഹോദരന്മാരെ അങ്ങേ വന്ന് ഉപദ്രവിച്ചത്. അപ്പോൾ സഭയിലെ കള്ള സഹോദരന്മാരും അല്ലാത്ത കള്ളന്മാരും തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വിഷമം തോന്നിയില്ല, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കാരണം പ്രമാണം നീ അനുഗ്രഹിക്കപ്പെടുവാൻ, പത്രോസ് പറയുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങൾ അനുഗ്രഹിക്കുന്നതിനായിരിക്കും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ നമുക്ക് അത് ലഭിക്കാൻ വേണ്ടി, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന പത്രോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്താലും അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സമയത്ത് അവരെ കർത്താവ് തൊടും. അവരെല്ലാം കള്ളനായിക്കോട്ടെ, അത് വേറെ ആൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് ഉദ്ദേശം വരും നമുക്ക് ചിലപ്പോൾ എത്ര വെളിപ്പാടുള്ള ആളായാലും എല്ലാ വെളിപ്പാടും നമുക്ക് ലഭിക്കില്ല. പക്ഷേ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി, എന്തിനു വേണ്ടിയാ? നമ്മുടെ ആ ഒരു സഹിഷ്ണുത കാണാൻ വേണ്ടിയാ. നമുക്ക് അവരെ സഹിക്കാൻ പറ്റുമെന്ന്. സ്തോത്രം. നമുക്ക് അവരെ സഹിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയണല്ലേ, ഭൂമിയുടെ അത് നിങ്ങൾ തൃപ്തരായി നിങ്ങൾ നിർഭയമായി വസിക്കും. അതിൻ്റെ 21-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ 6-ാം സംവത്സരം നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം അരുളും. ഇംഗ്ലീഷിൽ പറഞ്ഞ കമാൻഡാണ്. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഞാൻ അരുളും. അതൊരു കമാൻഡായി. എൻ്റെ മകളെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ മകനെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നീ വ്യക്തിപരമായി കർത്താവ് പറയുന്ന ഒരു അനുഭവം. അത് 6-ാം മാസത്തിൽ കർത്താവ് ചെയ്യത്തുള്ളൂ. അപ്പം അനുഗ്രഹം അനുഭവിപ്പാൻ ചില സമയമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന ആ ഒറ്റ അനുഗ്രഹം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഭയും 3 വർഷം പിന്നെ നിങ്ങൾക്ക് അനുഗ്രഹം നിലനിൽക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എല്ലാത്തിനും സമയം ഉണ്ട്. പക്ഷെ ആ സമയം അത് അനുഭവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവൻ വിളിച്ച് വേർതിരിച്ച ജനം അവന് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കും. അതിനെന്തെങ്കിലും വില കൊടുക്കേണ്ടി വരും. പ്രൈസ്. നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്തു, എല്ലാം ശാരീരികമായി വില കൊടുത്തു, അവരെ ജോലിക്കുള്ള സ്ഥലത്തുള്ള അല്ലെങ്കിൽ ജോലി നിമിത്തമായ വില കൊടുത്തു, അവരെ സമയത്തിന് വില കൊടുത്തു, അവരെ മക്കളെ എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് ദൈവമക്കളെ സ്തോത്രം ഇന്ന് പെന്തക്കോസ്ത് ലോകം ഇത്രത്തോളം വളർന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മാത്രം എന്ന് ചിന്തിച്ച് അവരാരും വെച്ചില്ല, അവർക്കുള്ളതെല്ലാം കൊടുത്തുകൊണ്ടാണ് പെന്തക്കോസ്ത് ഗോളം ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടത്, ഇത്രയും വിശാലമായത്. അതുകൊണ്ടാണ് അവരുടെ മക്കളും കൊച്ചുമക്കളും ഇന്ന് വിദേശ രാജ്യങ്ങൾക്ക് പോയിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നല്ല കാര്യമാണ്, പോകണം, കർത്താവ് നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇസ്രായേലിനോടുള്ള പഴയ നിയമത്തിൽ വെച്ചുള്ള ബന്ധമാണെങ്കിൽ, ഇസ്രായേൽ മക്കളെ പഴയ നിയമത്തിൽ അവരെ ആ വിശ്വാസം, അവരെ പ്രമാണം അനുസരിച്ച് ഇസ്രായേലിനൊരു അതിർത്തിയുണ്ട്. ഈ അതിർത്തി കടക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനാണ്. ഇസ്രായേൽ കൊച്ചു രാജ്യം, നമ്മുടെ കേരളത്തിലാണ് കാഭാഗമുള്ളൂ. ഈ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ഒരുത്തൻ അങ്ങോട്ട് പോയ ഏത് രാജ്യമായാലും കാരണം അവർക്ക് ചുറ്റും ജാതികളായിരുന്നു, ജാതികളായിരുന്നു. ഇനി അങ്ങോട്ട് പോയ ആൾക്കാരെ അവർ ശമരിയക്കാരെന്ന് വിളിക്കും. അവർ വെറുക്കപ്പെട്ട പോലെയാണ് ശമരിയ ദേശം. അതുകൊണ്ട് യേശു അത് കൂടെ ആദ്യമായിട്ട് ഒന്നേ പോയുള്ളൂ, ശമരിയ ദേശം കൂടി. ബാക്കിയെല്ലാം കർത്താവ് അല്ലാതെ ആൾക്കാരെല്ലാം ചുറ്റി പോകുമായിരുന്നു. എളുപ്പവഴിയുള്ളൂ, പക്ഷേ ചുറ്റി പോകേണ്ടത്. കാരണം എന്താണ്? ഇവർ ശപിക്കപ്പെട്ടവർ, മറ്റുള്ള ജാതികളോട് ഇവർ ഇടകടന്ന ഒരു ജനമായതുകൊണ്ട് ശമരിയക്കാരെ മാറ്റിവെച്ചു. അതുപോലെ പഴയ നിയമത്തിൽ അവർ അനുഗ്രഹം, കാരണം ദൈവം പറഞ്ഞ് പാലും തേനും ഒഴുകുന്ന ഈ ദേശത്ത് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെങ്കിൽ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അവർ പോയിട്ടുമില്ല. സ്തോത്രം. പിന്നെ കർത്താവിൻ്റെ അരുളപ്പാട് നിമിത്തമായിട്ട് പോയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അതിലൊരു ഉദാഹരണമാണ് നവോമി. അവർ പ്രയാസത്തോടെ മടങ്ങി വന്നു. അപ്പോൾ ഈ ദേശം വിട്ട്, ഇസ്രായേൽ വിട്ട് പോകുന്ന സകലരും അവർക്ക് അനുഗ്രഹം ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവരെ പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പോയാൽ നമുക്ക് പാടാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇന്നത്തും അന്നത്തെയും വിശ്വാസം പ്രാർത്ഥന, കർത്താവേ എൻ്റെ ദേശത്ത് ഹല്ലേലൂയ എൻ്റെ സഭ, എനിക്കൊരു സഭ തന്നാൽ അവിടെ ആ ദേശക്കാർ അനുഗ്രഹിക്കപ്പെടണം. എനിക്ക് അവരുടെ ശമ്പളം മതി, അല്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ ദശാംശം എനിക്ക് മതി. സ്തോത്രം. കാരണം കേരളം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്, ഇന്ത്യ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്.
ഇന്ത്യയിലേക്ക് ഫോറിനേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ, വിദേശികൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇന്ത്യ ഇഷ്ടമാണ്. പക്ഷേ ഇന്ത്യക്കാർ ഇന്ത്യ വിട്ട്, അല്ല കേരളീയർ കേരളം വിട്ട് മറ്റു രാജ്യങ്ങൾ പോകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് അത് തരും. എന്ത്? ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. പക്ഷെ ആ കനാൻ ദേശത്തേക്ക് പോകുവാൻ ലഭിക്കാൻ വേണ്ടി ചില ദുർഘടങ്ങളുണ്ട്, ചില മരുഭൂമിയുടെ അനുഭവമുണ്ട്, ചില പ്രയാസമുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ പ്രയാസം നടുവിൽ ഞാൻ നിങ്ങൾക്ക് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം, കുടിപ്പാനുള്ള വെള്ളം ഞാൻ നിങ്ങൾക്ക് തരും. നിന്റെ അപ്പം മുട്ടിപ്പോയില്ല. യെശയ്യാ 33:16 ഒന്ന് വായിച്ചേ. 15:16. യെശയ്യാ പ്രവാചകൻ 33:15. ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനം. അപ്പൊ പാറക്കോട്ടയുടെ ഇടയ്ക്ക് താമസിച്ച് അതിന് നിർഭയമായി വസിക്കാൻ പറ്റും. ആ പാറയാണ് ക്രിസ്തുവാണ്. പാറയിൽ പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് നിർഭയമായി വസിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? പാറക്കോട്ടകൾ അതേ വസിക്കുവാൻ കർത്താവ് നമ്മളെ അതേ സ്വതന്ത്രം നമുക്ക് അവസരം കർത്താവ് തരും. അവൻ തന്നെ നമ്മുടെ യുഗങ്ങളെ പാറയാകെ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. വായിച്ചോ. അവന്റെ അപ്പം, എനിക്കുള്ള അപ്പം കിട്ടും. 4 പാസുള്ള അപ്പം കിട്ടും. ആര് മുടക്കിയാലും അത് കിട്ടും. സ്തോത്രം. ആര് മുടക്കാൻ ശ്രമിച്ചാലും അത് ദൈവം മുടക്കരുത്. അവൻ്റെ അപ്പം അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോവുകയില്ല. സ്തോത്രം. പിന്നെ നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ കണ്ട് വിശാലമായ ഒരു ദേശം കാണും. ഏതാ ദേശം? അതാണ് സ്വർഗീയ കനാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാം മുതൽ എല്ലാ സ്തോത്രം അത് നോവ മുതൽ ഇവരെല്ലാം ആ സ്വർഗീയ കനാൻ ദേശം അവർ ആത്മാവിൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിന്മാറും വചനം പ്രവാചകൻ പറയുന്നത് പിന്മാറി പോകുവാൻ, മടങ്ങി പോകാൻ അവർക്ക് സാഹചര്യം അവർക്കും ഉണ്ടായിരുന്നു. പിന്മാറി പോകുവാൻ, മടങ്ങി പോകാൻ അവർക്കും സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തെ എങ്ങനെയാണ് അവർ അതിനെ അതിജീവിച്ചത്? ആ സ്വർഗീയ ദർശനം വിടാതെ, അതിന് മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്തു? സ്വന്തം വീട് വിടേണ്ടി വന്നു അബ്രാമിന്. സ്തോത്രം. മക്കളെ അവർ കൊടുക്കേണ്ടി വന്നു. മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടി വന്നു. പല കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്തു? ആ സ്വർഗീയ ദർശനം വിടാതെ അതിൽ അവർ ഉറ്റുനിന്നുകൊണ്ട് അവർ വിശ്വാസത്തിൽ എടുക്കപ്പെട്ടു. വിശ്വാസത്തിൽ അവർ മരിച്ചു. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയം അത് ദൈവമക്കളെ ഈ ഉപവാസ പ്രാർത്ഥന അവസാനത്തെ ഹല്ലേലൂയ സെക്ഷനിൽ ദൈവത്തിന് ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. സ്തോത്രം. അല്ല, ഒരു ഉദാഹരണം. ഹല്ലേലൂയ. 6 ലക്ഷം യോദ്ധാക്കൾ, 6 ലക്ഷം യോദ്ധാക്കൾ ആ സഹോദരന്മാരാണ് അവിടെ പുറപ്പെട്ടു വന്നത്. 30 ലക്ഷം മൊത്തം ജനം. പക്ഷെ വചനം പറയുന്നത് 6 ലക്ഷം യോദ്ധാക്കൾ ആത്മാവിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ 2 പേർ പോയുള്ളൂ. സ്തോത്രം. എല്ലാ കർത്താവേയും ഞങ്ങൾ 2 പേരാണ് ഇറങ്ങി പുറപ്പെട്ടത്. 6 ലക്ഷം ഞങ്ങൾക്ക് അവിടെ എത്തണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ബൈബിൾ പറയുന്ന 6 ലക്ഷം ഇറങ്ങി 2 കയറിയുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് 2024 അത് ഒക്ടോബർ മാസം 5-ാം തീയതി ദൈവസഭയിൽ വെച്ച് ഞാൻ പ്രസ്താവിക്കുകയാണ്. ആത്മാവ് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കും, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതേ ഹല്ലേലൂയ ഈ കോഴഞ്ചേരി സഭയിൽ നിന്ന് ഹല്ലേലൂയ 2 പേര് മാത്രമേ ഞങ്ങൾ വന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ 6 ലക്ഷം ഇവിടെ ആളില്ല കേട്ടോ. എങ്കിലും ഞാൻ പറയും, ഈ ദേശത്തിലെ 3/4 ഭാഗമായ എല്ലാവരും 6 ലക്ഷം ജനവും അവരുമായിട്ട് സ്വർഗത്തേക്ക് പോകുവാൻ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസം നമുക്ക് കർത്താവിന് വേണ്ടി അതേ ഉപയോഗിക്കപ്പെടാം, മുന്നേറാം. സ്തോത്രം. മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവൻ, പക്ഷേ ഇപ്പോഴും അവൻ നല്ല പ്രയോജനമുള്ളവൻ എന്ന് പൗലോസ് പറയുന്നത്. നമ്മളെ നല്ല പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിക്കണം. ഞാൻ നിങ്ങളുടെ യഹോവയായ ദൈവം ആകുന്നു. ആ കർത്താവിനെ സന്തോഷത്തോടെ പിൻപറ്റുവാൻ കർത്താവ് സഹായിക്കണം. നമ്മുടെ വിശ്വാസം കണ്ട് മറ്റനേകർ അമ്മ പ്രാർത്ഥിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം കണ്ട് അനേകർ വരുവാൻ. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഹല്ലേലൂയ കൂട്ടായ്മ കണ്ട് അനേകർ ആകർഷിക്കപ്പെടട്ടെ. അത് കർത്താവ് തന്നെ അത്ഭുതം ചെയ്യും. കാരണം അപ്പോസ്തല പ്രവൃത്തി 2:47 അവസാന വാക്യം പറയുന്നത് കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയിൽ ചേർത്തുന്ന, അല്ലാതെ രാകേഷ് പാസ്റ്റോ ലാലു പാസ്റ്റോ അല്ലെങ്കിൽ സാബു പ്രവർ ചേർത്തുന്നല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ രക്ഷിക്കപ്പെട്ടവരെ സഭയിലേക്ക് ചേർത്തു. ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ. ഈ വർഷം കഴിയും മുമ്പേ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന പ്രവർത്തിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന സമയം നൽകിയ ദൈവദാസനായ സ്തോത്രം കർത്താവ് നാളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് ദൈവമായി നിൽപ്പാനും നിങ്ങളുടെ ദേശത്തിൽ നിന്നും കൊണ്ടുവന്ന് ദൈവമായ ദൈവം തന്റെ ജനത്തെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരെന്തെയ്യാണ്? അനാഥരത്തിലേക്ക് കൊണ്ടുവരിക. ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തം നൽകാൻ വേണ്ടി, അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം തന്റെ ജനത്തിന് നൽകാൻ വേണ്ടി, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നു. ആദ്യ ഉടമ്പടിയുടെ ഭാഗമാണ്. നീ അബ്രഹാമേ, നീ എന്റെ വാക്കനുസരിച്ചാൽ ഞാൻ നിനക്ക് ദൈവമായിരിക്കും. നീ എന്റെ ജനമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും. മാത്രമല്ല, ഞാൻ ഒരു വാഗ്ദത്തം നിനക്ക് ചെയ്യും. ദൈവത്തെ അറിയാത്ത കാലം നമുക്കുണ്ടായിരുന്നു. ആ മിസ്രയെ വിട്ടവരാണ്. പിന്നെയും നമ്മൾ ആ മിസ്രയിലേക്ക് എന്ത് ചെയ്തു? നടന്നിട്ടുണ്ടെങ്കിലും അഗ്നാണ് കിട്ടിയെങ്കിലും ഇവിടെ മനസ്സെല്ലാം വിടായിരുന്നു. വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ മിസ്രയിലേക്ക് എന്ത് ചെയ്തു? പോയത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? ഇനി നിങ്ങൾ മിസ്രയിലെ കാണുകയില്ല. പക്ഷെ പിന്നീട് പലരും മിസ്രയിലേക്ക് എന്ത് ചെയ്തു? പോയി. അവരുടെ അവസ്ഥ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം. നമുക്കറിയാം മിസ്രയിലേക്ക് പിന്നെയും പോയവരുടെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. തിരിച്ചറിയണം, നാം ദൈവമായിട്ട് ബന്ധം ചെയ്യും. വാക്യം ഇങ്ങനെയുണ്ട്. അതിന്റെ 11-16 വാക്യമാണ്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിക്കലുണ്ട്. അധികം നല്ലത് പുറപ്പെടുവിച്ച് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നു. അധികം നല്ലതിനായി നാം കാത്തിരിക്കുകയാണ്. അധികം നല്ലതിനായി സ്വർഗീയമായതിനെ തന്നെ കാത്തിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് ഏറ്റവും നല്ലതിനെ തന്നെ, ശ്രേഷ്ഠമായതിനെ തന്നെ കാക്ഷിച്ചു. ആകയാൽ ദൈവം എന്ന് പറയുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സന്ധ്യാസമയത്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമെന്ന് വലിയ കൃപയോടുകൂടെ നിത്യജീവൻ അവകാശികളാക്കി ഞങ്ങളെ തീർത്തതിനെ ഒത്തുകൊടുക്കുന്നത് കർത്താവേ. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനെ ഒത്തുകൊടുക്കുന്നത് കർത്താവേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതിനെ ഒത്തുകൊടുക്കുന്നത് പറയുന്നു. സ്വന്തം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ കൃപ തന്നതിനെ ഒത്തുകൊടുക്കുന്നത് പറയുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
വീണ്ടും ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ശുശ്രൂഷകളെ നടത്തി ലീഡ് ചെയ്ത ദേവദാസന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ കടന്നു വന്ന എല്ലാ ജനത്തെ കർത്താവേ വലിയൊരു ആത്മനിറവിലേക്ക് കർത്താവെ ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അവരുടെ വിശുദ്ധ ആരാധനയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഞങ്ങളുടെ മഹത്വം, ഞങ്ങളുടെ സാന്നിധ്യം കർത്താവേ ഇവിടെ നിറഞ്ഞെടുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. നാളെ കടന്നു വരുന്നവരെ കർത്താവെ പരിശുദ്ധാത്മാവോട് കൂടുതൽ നിറയ്ക്കുന്നതിനെ കർത്താവെ സന്തോഷവും സമാധാനവും കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. നാളത്തെ ശുശ്രൂഷകളെ കർത്താവ് തന്നെ ലീഡ് ചെയ്യുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ എല്ലാവരുടെ മേൽ ചൊരിയുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്തുകൊണ്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.